ഇന്തോനേഷ്യയിലെ ടെറസ് ഫാമിംഗ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തട്ട് കൃഷി എന്ന് പറയുന്ന വളരെ ലോകപ്രശസ്തമായ ഒരു കൃഷി രീതി അവലംബിച്ച ഒരു പാടശേഖരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്തോനേഷ്യയിലെ പരമ്പരാഗതമായ ഒരു കൃഷി രീതിയാണിത്. ഈ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നിലം പല തട്ടുകളാണ്. ഈ പല തട്ടുകളിലേക്ക് ജലം തിരിച്ചുവിടുന്നതിന് ജലസേചനത്തിന് അവർ അനുവർത്തിക്കുന്ന വളരെ പരമ്പരാഗതമായ ഒരു മാർഗമുണ്ട്. ഒരേ സ്ട്രീം തന്നെ വന്നാൽ, ഒരേ അരുവി തന്നെ കാട്ടിൽ നിന്നൊഴുകി വന്നാൽ ആ അരുവിയെ പല തലത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പരമ്പരാഗതമായ രീതി. മനുഷ്യ ആവശ്യങ്ങളെ പ്രകൃതിയുമായും ആത്മീയ മണ്ഡലവുമായും വിളക്കിച്ചേർത്ത സാംസ്കാരിക ഭൂമികയാണ് ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിലെ ടെറസ് ഫാമിംഗ് അഥവാ തട്ടുകൃഷി. ഭൂചരിവിനെ ചെത്തി മുറിപ്പെടുത്താതെ തട്ടുകളാക്കി കൃഷി ഇറക്കുന്ന രീതി ലോകമെമ്പാടുമുണ്ട്. എന്നാൽ ഈ തട്ടുകളിലേക്ക് വിതാനം മാനിക്കാതെ വെള്ളം ഒഴുകിയെത്തുന്ന സുബക് സമ്പ്രദായം ബാലിയുടെ പ്രത്യേകതയാണ്. വേരുകൾക്ക് ദാഹനീർ നൽകുക മാത്രമല്ല, പരിസ്ഥിതിയുടെ ഹൃദയസ്പന്ദനം നിലനിർത്തുകയാണ് സുബക്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് വിസ്മയമായ ബാലിയിലെ പരമ്പരാഗത അറിവ്, അതാണ് സുബക്. കാട്ടിനുള്ളിൽ ഉറവ് പൊട്ടുന്ന ജലം, തട്ടുതട്ടായ നെൽപ്പാടങ്ങൾ, കനാലുകൾ, ടണലുകൾ, ചിറകൾ, അതിൽ നിന്നൊക്കെ ചാലികീറി ഒഴുകുന്ന വെള്ളം, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് സുബക്. ബാലിയിലെ ജലവിതരണ മാനേജ്മെന്റ് സാമൂഹിക അടിത്തറയിൽ പടുത്തുയർത്തിയതാണ്. ജലസേചന സമയക്രമം, വിതരണം, പരിപാലനം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ കർഷക കൂട്ടായ്മ നിർണായക തീരുമാനങ്ങളെടുക്കുന്നു. പ്രകൃതി, മനുഷ്യൻ, ആത്മീയത എന്നിങ്ങനെ ബാലിയിലെ ത്രിഹിത കരണ ദർശനമാണ് കർഷകരെ നയിക്കുന്നത്. വച്ച് തയ്ച്ചതുപോലെ വിഘടിച്ചു നിന്ന ചെറുരാജ്യങ്ങൾ കൂട്ടിത്തുന്നിയതുപോലെയായിരുന്നു ബാലി 9-ാം നൂറ്റാണ്ടിൽ. രാജ്യാതിർത്തി മാനിക്കാതെ ഒഴുകിയെത്തിയിരുന്ന വെള്ളത്തിന്റെ വിതരണ വിനിയോഗത്തിൽ അവർ ഒരു സാമൂഹിക രീതി പരിപാലിച്ചു നിലനിർത്തിയിരുന്നു. സുസ്ഥിര പരിസ്ഥിതി സൗഹൃദ ജലവിനിയോഗം ബാലിയിലെ കാർഷിക സംസ്കൃതിയും വിശ്വാസങ്ങളുമായി അലിഞ്ഞു ചേർന്നിരുന്നു. ബാലിയിൽ ഏകദേശം 1200 സുബക്കുണ്ട്. ഓരോ ജലസ്രോതസ്സും കൈകാര്യം ചെയ്യുന്ന സുബക്കിൽ 50 മുതൽ 500 വരെ കർഷകരുണ്ടാകും. അവരാണ് അതിദുർലഭമായ ജലത്തിന്റെ വിതരണ നടത്തിപ്പുകാർ. ഇതിൽ വിശ്വാസങ്ങളും ജീവിതക്രമവും ഇഴചേർന്ന് കിടക്കുന്നു. മണ്ണിനടിയിൽ നിന്ന് ഉറവ പൊട്ടിയൊഴുകിയെത്തുന്ന ജലം ചാലുകളിലൂടെ പല വിധാനങ്ങളിലേക്ക് എത്തിക്കുന്ന സമ്പ്രദായത്തിന് സഹസ്രാബ്ദങ്ങളുടെ തന്നെ പഴക്കമുണ്ട്. പമ്പിംഗ് ഇല്ലാതെ പല തട്ടിലുള്ള പാടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന വിദ്യ വിസ്മയാവഹമാണ്. നെൽകൃഷിക്കായി സുബക് ജലസേചന സമ്പ്രദായം അനുവർത്തിക്കുന്നതിനാൽ വർഷം മുഴുവനും ഇവിടെ വിളയിറക്കാൻ കഴിയുന്നു. ഒരേ സമയം പാടമൊരുക്കുന്നതും ഞാറ് നടുന്നതും വിളവെടുക്കുന്നതും കാണാനാകും. ലക്ഷക്കണക്കിന് യാത്രികരാണ് സുബക് കണ്ടനുഭവിക്കാൻ ബാലിയിലെത്തുന്നത്. അവർ വെറുതെ കണ്ടുപോവുകയല്ല, അവിടെ തങ്ങി കൃഷി അനുഭവിച്ചറിയുന്നു. അസ്റ്റുങ്കരയിലെ അതിവിശാലമായ തട്ടുതട്ടായ പാടശേഖരങ്ങളിലൂടെ 74 മൈൽ നീളത്തിൽ നടപ്പാത തീർത്ത് സഞ്ചാരികൾക്ക് പ്രകൃതിയെ അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നു. സുബക് സമ്പ്രദായത്തിൽ പ്രകൃതി, മനുഷ്യൻ, ആത്മീയത എന്നിവ തമ്മിലുള്ള ബന്ധം സാക്ഷാത്കരിക്കുന്ന ത്രിഹിത കരണ ദർശനം കണക്കിലെടുത്ത് യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു വരുന്നു.